വെൽക്കം ടു PSC എഡിഷൻ. ഇന്നത്തെ വീഡിയോയിൽ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്ന്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്ന് 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ പട്ടേൽ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. ആസ്ഥാനം പട്ടേൽ ഭവൻ, ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് നിയമപ്രകാരമാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28-നാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്? 2 പ്രാവശ്യമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തത്. 2006 ഭേദഗതി ചെയ്തു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2019 ഭേദഗതി ചെയ്തു. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 2 പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്, 2006 2019. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം 6 അംഗങ്ങളാണ്. 2019 ഭേദഗതി പ്രകാരം 6 അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. നേരത്തെ 5 അംഗങ്ങളായിരുന്നു, ഇപ്പോൾ 6 അംഗങ്ങളുണ്ട്. അധ്യക്ഷനും 5 അംഗങ്ങളും ഉൾപ്പെടെ 6 അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കൂടാതെ 5 അംഗങ്ങൾ, അങ്ങനെ 6 അംഗങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത എന്ത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരിക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളാണുള്ളത്? 6 അംഗങ്ങളാണ് ഉള്ളത്. കമ്മിറ്റിയിൽ 6 അംഗങ്ങളാണുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെ? പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ 6 അംഗങ്ങളാണുള്ളത്. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, രാജ്യസഭയുടെയും ലോകസഭയുടെയും പ്രതിപക്ഷ നേതാക്കൾ, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ എന്നിവരാണ് 6 അംഗങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ ഉണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ ഉണ്ട്? 7 എക്സ് ഒഫിഷ്യോ അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്. 7 എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ ആരൊക്കെ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ള എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ ആരൊക്കെ? ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ, ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ, ഭിന്നശേഷി കമ്മീഷന്റെ ചീഫ് കമ്മീഷണർ. ഇങ്ങനെ 7 പേരാണ് എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ,
ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. ഇത്രയും പേരാണ് നേരത്തെ ഭേദഗതിക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പം 2019 ഭേദഗതിക്ക് ശേഷമാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനും ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാനും ഭിന്നശേഷി കമ്മീഷന്റെ ചീഫ് കമ്മീഷണറും കൂടി ഈ എക്സ് ഒഫിഷ്യോയിൽ വന്നത്, എക്സ് ഒഫിഷ്യോ അംഗങ്ങളിൽ വന്നത്. അങ്ങനെ 7 അംഗങ്ങളാണ് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് സ്ഥാപനമാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് സ്ഥാപനമാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതാര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, ഏതാണോ ആദ്യം അതനുസരിച്ചാണ് അവരുടെ കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധിയാണ് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, ഏതാണോ ആദ്യം. ആദ്യ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. ആദ്യ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ, ആദ്യത്തെ അധ്യക്ഷൻ. രണ്ടാമത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ, രണ്ടാമത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിരുന്നു എം.എൻ. വെങ്കടചെല്ലയ്യ. എം.എൻ. വെങ്കടചെല്ലയ്യ ആയിരുന്നു രണ്ടാമത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ ആദ്യ മലയാളി. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ ആദ്യ മലയാളി ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് എച്ച്.എൽ. ദത്തു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് എച്ച്.എൽ. ദത്തു. ഏറ്റവും കൂടുതൽ കാലം മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ വ്യക്തി. ഏറ്റവും കൂടുതൽ കാലം മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ വ്യക്തി ആര്? ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ കാലം മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ വ്യക്തി. ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണൻ. മലയാളിയായ ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ കാലം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നത്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത. കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ശേഷം മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വ്യക്തി. കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ശേഷം മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് വി.എസ്. മാലിമത്ത്. ജസ്റ്റിസ് വി.എസ്. മാലിമത്ത് ആണ് കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ശേഷം മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ വ്യക്തി. കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ശേഷം മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ രണ്ടാമത്തെ വ്യക്തി. കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ശേഷം മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ രണ്ടാമത്തെ വ്യക്തി അല്ലെങ്കിൽ ആദ്യത്തെ വനിത ആര്? രണ്ടാമത്തെ വ്യക്തി അല്ലെങ്കിൽ ആദ്യത്തെ വനിത. കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ശേഷം മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ രണ്ടാമത്തെ വ്യക്തി അല്ലെങ്കിൽ ആദ്യത്തെ വനിത ആര് എന്ന് ചോദിക്കാം. സുജാത വി. മനോഹർ ആണ് കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ശേഷം മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത, രണ്ടാമത്തെ വ്യക്തി. അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്ന്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1998 ഡിസംബർ 11-നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. 1998 ഡിസംബർ 11. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെവിടെ? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെവിടെ? തിരുവനന്തപുരമാണ് അതിൻ്റെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. തിരുവനന്തപുരമാണ് ആസ്ഥാനം.
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3 അംഗങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 6 അംഗങ്ങളും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ 3 അംഗങ്ങളുമാണുള്ളത്. അധ്യക്ഷനും 2 അംഗങ്ങളും. അങ്ങനെ 3 അംഗങ്ങൾ. അധ്യക്ഷനും 2 അംഗങ്ങളും ഉൾപ്പെടെ 3 അംഗങ്ങൾ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതാര്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതാര്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിക്കാണ് അതിനുള്ള അധികാരം. രാഷ്ട്രപതിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയും നിയമിക്കുന്നത് ഗവർണറുമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത എന്ത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരിക്കണം. ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് ആന്റണി ഡൊമിനിക്. ആന്റണി ഡൊമിനിക്കാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് ഏതാണോ ആദ്യം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് ഏതാണോ ആദ്യം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് MM പരീത് പിള്ളയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ. UN ജനറൽ അസംബ്ലി ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയതെന്ന്? എവിടെ വെച്ച്? UN ജനറൽ അസംബ്ലി ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയതെന്ന് എവിടെ വെച്ച്? 1948 ഡിസംബർ 10-നാണ് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. UN ജനറൽ അസംബ്ലി ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് 1948 ഡിസംബർ 10-നാണ്. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ വെച്ചാണ് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. മനുഷ്യാവകാശ ദിനം എന്നാണ്? മനുഷ്യാവകാശ ദിനം ഡിസംബർ 10-നാണ് മനുഷ്യാവകാശ ദിനം. മനുഷ്യാവകാശ ദിനം എന്നറിയപ്പെടുന്നത് ഡിസംബർ 10-ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ പുതിയൊരു ടോപ്പിക്കിൻ്റെ വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി.